മെസ്സി വന്നാൽ ഇന്ത്യയിൽ ഫുട്ബോൾ പ്രേമം ലോകമറിയും, ഫുട്ബോൾ വളരും എന്നൊക്കെയായിരുന്നു പറച്ചിൽ. അങ്ങനെ കാത്തിരിപ്പിനൊടുക്കം മെസ്സി ഇന്ത്യയിലെത്തി. പക്ഷേ ആദ്യ ദിനം തന്നെ സംഭവിച്ചത് നേർ വിപരീതമായ കാര്യങ്ങൾ. എറിഞ്ഞ ബോട്ടിലുകളുടെയും തകർത്ത ബാനറുകളുടെയും ചിത്രങ്ങളും വാർത്തകളുമാണ് BBC-യും ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ കൊൽക്കത്ത പേരുദോഷമുണ്ടാക്കിയപ്പോൾ രാത്രി ഹൈദരാബാദ് മികച്ച രീതിയിൽ തന്നെ മെസ്സിയെ ഹോസ്റ്റ് ചെയ്യുന്നതും കണ്ടു. മെസ്സിയെ കൊണ്ടുവരുമെന്ന് ആദ്യം പറഞ്ഞത് കേരളമാണ്. പക്ഷേ അതിനെയും സംഭവിച്ചിട്ടില്ല. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കോലാഹലങ്ങളിൽ ഇരിക്കവെയാണ് മെസ്സി ഇന്ത്യൻ മണ്ണിലെത്തുന്നത്. അങ്ങനെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത കൊൽക്കത്തയിൽ ലൂയിസ് സുവാരസിനെയും റോഡ്രിഗോ ഡീപോളിനെയും ഇടം വലം നിർത്തി മെസ്സി സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്നിറങ്ങി. അതിനു മുമ്പായി കൊൽക്കത്തയിൽ ഒരുക്കിയ 70 അടി ഉയരത്തിലുള്ള ഒരു പ്രതിമയും അനാച്ഛാദനം ചെയ്തു. ഈ പ്രതിമയ്ക്ക് മെസ്സിയുടെ ലുക്ക് ഉണ്ടോ എന്നത് മറ്റൊരു കാര്യം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി, ബോളിവുഡ് ഐക്കൺ ഷാരൂഖ് ഖാൻ എന്നിങ്ങനെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ VIP-കൾ വേറെയും എത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇവരൊക്കെയുണ്ടെങ്കിലും ആളുകൾ ടിക്കറ്റ് എടുത്തത് മെസ്സിയെ കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ കാത്തിരിപ്പിനൊടുക്കം രാവിലെ 11:30 മെസ്സി സ്റ്റേഡിയത്തിലേക്ക് നടന്നെടുത്തു. ബാഴ്സയിലും അർജന്റീനയിലും മിയാമിയിലുമെല്ലാം അയാൾ പന്ത് തട്ടുമ്പോൾ അത് കാണാനായി ഉറക്കമൊഴിച്ചവർക്കും അലാം വെച്ച് എണീറ്റവർക്കും അതൊരു സ്വപ്ന നിയോഗമായിരുന്നു. ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം പോലെ മെസ്സിയെ നേരിട്ട് കാണാനുള്ള ആവേശത്തിലായിരുന്നു ആരാധകർ. അതിനിടയിലാണ് ഗ്രൗണ്ടിലുള്ള സംഘാടകരും ബംഗാൾ കായിക മന്ത്രിയും മറ്റു മുതലാളിമാരും അടക്കമുള്ള 80ഓളം പേർ വരുന്ന സംഘം മെസ്സിയെ പൊതിയുന്നത്. പിന്നീട് അവരുടെ സെൽഫി എടുക്കലും ഓട്ടോഗ്രാഫ് വാങ്ങലും എല്ലാമായിരുന്നു നടന്നത്. ഈ ജനക്കൂട്ടത്തോടൊപ്പം സെക്യൂരിറ്റി ഗാർഡ്സ് വേറെയും. സംഘാടകർ എല്ലാവരോടും പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഇതോടെ ഗാലറിക്ക് കലിപ്പ് വന്നു തുടങ്ങി. ഏറ്റവും ചെറിയ ടിക്കറ്റിന് വരെ 5000ഓളം രൂപ കൊടുത്താണ് ആരാധകർ സ്റ്റേഡിയത്തിൽ ഇരുന്നിരുന്നത്. അതിൻ്റെ 10 ഇരട്ടിയോളം കൊടുത്തവരുമുണ്ട്. എന്നിട്ടും മെസ്സിയെ കാണാനാകാതെ വന്നതോടെ അവർക്ക് ക്ഷമ നശിച്ചു തുടങ്ങി. വി വാണ്ട് മെസ്സി എന്ന ചാൻറ്റുകളാണ് പിന്നീട് സ്റ്റേഡിയത്തിൽ ഉയർന്നത്. ചുറ്റുമുള്ള ക്രൗഡിന്റെ പരാക്രമങ്ങളും സുരക്ഷാ വീഴ്ചകളും ബോധ്യമായതോടെ മെസ്സിയും സംഘവും പെട്ടെന്ന് മടങ്ങാൻ തീരുമാനിച്ചു. 1 മണിക്കൂറിലേറെ സ്റ്റേഡിയത്തിൽ ചെലവിടുമെന്ന് അറിയിച്ചിരുന്ന മെസ്സി സ്റ്റേഡിയത്തിൽ കഷ്ടിച്ചു നിന്നത് 20 മിനിറ്റ് മാത്രം. പിന്നാലെ ഗാലറി അടക്കി പിടിച്ച് വികാരം പുറത്തെടുത്തു. കസേരകൾ എടുത്തുള്ള എയറായിരുന്നു ആദ്യം. പിന്നാലെ വാട്ടർ ബോട്ടിലുകൾ ഇടമുറിയാതെ സ്റ്റേഡിയത്തിലേക്ക് പതിച്ചു തുടങ്ങി. ബാരിക്കേഡുകൾ തകർത്ത് കാണികൾ ഗ്രൗണ്ടും കൈയടക്കി. പോലീസ് ആവുന്ന വിധം ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അത്. അതോടെ സ്റ്റേഡിയം ഒരു വെള്ളരിക്കാപട്ടണമായി മാറി. പിന്നാലെ കൂടുതൽ പോലീസ് എത്തി ലാത്തിചാർജും ഒഴിപ്പിക്കലും തുടങ്ങി. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്റ്റേഡിയത്തിലെത്തുമ്പോഴേക്കും ഇതെല്ലാം സംഭവിച്ചിരുന്നു. ഏതായാലും മമത മെസ്സിയോടും ആരാധകരോടും ഒരുപോലെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പോലീസ് മുഖ്യ സംഘാടകരായ സദാത്രു ദത്രയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആരാധകർക്ക് കോമ്പൻസേഷൻ നൽകാമെന്ന് സംഘാടകരെ കൊണ്ട് പോലീസ് പറയിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ ബംഗാളിലെ പ്രതിപക്ഷവും ഗവർണറും സർക്കാരിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. സംഗതി ലോകമാകെ അറിയുകയും ചെയ്തു. എന്നാൽ കൊൽക്കത്തയുണ്ടാക്കിയ പേരുദോഷം ഹൈദരാബാദ് തിരുത്തുന്നതാണ് പിന്നീട് കണ്ടത്. കൊൽക്കത്തയിലേത് ഹൈദരാബാദിൽ ആവർത്തിക്കരുതെന്ന് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്നതിനാൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രത്യേക അതിഥിയായി രാഹുൽ ഗാന്ധിയെയും ക്ഷണിച്ചിരുന്നു. തിങ്കളാഴ്ച ഷെഡ്യൂൾ ചെയ്ത മോഡി മെസ്സി കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ രാഹുലിനെ എത്തിച്ചുള്ള പ്ലാൻ. രാത്രി 7:50 സ്റ്റേഡിയത്തിലെത്തിയ മെസ്സി 9 മണിവരെ ഗ്രൗണ്ടിൽ തുടർന്നു. ഒരു പ്രദർശന മത്സരവും കളിച്ചു. രാഹുൽ ഗാന്ധിയുമായി ഇൻട്രാക്ഷൻ നടത്തിയ മെസ്സി ഹൈദരാബാദ് നഗരം നൽകിയ സ്നേഹത്തിന് നന്ദി പറയുകയും ചെയ്തു. സംഘാടകരും ആരാധകരും മെസ്സിയും എല്ലാം ഹാപ്പി. ഞായറാഴ്ച മുംബൈ വാങ്കഡയിലെത്തി സച്ചിൻ ടെണ്ടുൽക്കറും ബോളിവുഡ് സെലിബ്രിറ്റികളും അടക്കമുള്ളവരായി മെസ്സിക്ക് പ്രത്യേക ഇൻട്രാക്ഷൻ ഒരുക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഡൽഹിയിലെത്തുന്ന മെസ്സി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലിറങ്ങും. പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതുകൊണ്ടെല്ലാം ഇന്ത്യൻ ഫുട്ബോളിന് എന്തു ഗുണം എന്ന ചോദ്യം വേറെയുണ്ട്. ISL പോലും താറുമാറായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ESPN-ലുള്ള ഒരു ലേഖനത്തിന്റെ തലക്കെട്ടാണിത്. മില്യൺസ് ഫോർ മെസ്സി, നൺ ഫോർ ദ ബ്യൂട്ടിഫുൾ ഗെയിം. അഥവാ മെസ്സിക്കായി ചെലവിടാൻ കോടികളുണ്ട്, ഫുട്ബോൾ എന്ന മനോഹരമായ ഗെയിമിന് വേണ്ടി ഒന്നുമില്ല.